സിന്ധു, നിങ്ങളോ? അതെ, ഞാൻ തന്നെ. ഇവിടിപ്പോ ബാബുവിനെയാണ് പ്രതീക്ഷിച്ചത് അല്ലേ? അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിന്റെ കയ്യിലിരിക്കുന്ന ഈ കത്ത് ഞാൻ എഴുതിയതാണ്. നടുങ്ങണ്ട. എന്റെ കത്ത് നിരസിക്കാനുണ്ടായ കാരണം എന്താണെന്ന് എനിക്കൊന്നും അറിയണ്ടേ? അപ്പോ ബാബുവിനെ കാണാൻ നീ എവിടെ വേണമെങ്കിലും പോവും അല്ലേ? അത് എന്റെ ഇഷ്ടമാണ്. അങ്ങനെ അങ്ങ് പോയാലോ? ഇന്ന് രണ്ടിലെന്ന് അറിഞ്ഞ നിന്നെ ഞാൻ വിടൂ. ഷാൻ, അവളെ വിടൂ. നീ ഇവിടെ വരാതെ പറ്റുമോ? പക്ഷെ ഞാൻ സ്റ്റണ്ടിലൊന്നും വന്നതല്ല, നിന്നെ അവസാനമായി ഒന്ന് ഉപദേശിക്കാൻ വന്നതാ. നീ ചതിയനാണെന്ന് ഞാൻ പഠിച്ചു കഴിഞ്ഞു. നിന്റെ അച്ഛന്റെ ഗുണം നീയും കാണിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിന്നെ ഞാൻ പിന്തുടർന്നത്. മര്യാദയ്ക്ക് പോകൂ. ഇന്നലെ വരെ നമ്മൾ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു. ശരിയല്ല. ബാബുവിനെ ഇതുപോലെ എടുത്തു കൊടുക്ക്. എന്നിട്ട് നമ്മൾ അടിക്ക്. കാണത്തെ ആര് ജയിക്കുമെന്ന്. All right. See you again. ഒരു കോൾ. കുമാര, 20 വർഷക്കാലമായിട്ട് നീ ഗീതാ ബീഡി കമ്പനിയുടെ ഡ്രൈവറാണ്. ഇതുവരെ നിനക്കൊരു സെന്റ് ഭൂമി മേടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ ചെയ്യും. നിനക്ക് ഞാൻ കൈ നിറച്ച് പണം തരാം. മുതലാളി, ഇത്രയും കാലം അവരുടെ ചോറ് ഉപ്പും കൂട്ടി തിന്നവനാണ് ഞാൻ. ആ നിലയ്ക്ക് ഞാൻ ഈ ചെയ്യുന്ന വഞ്ചനയല്ലേ? ഒരു വഞ്ചനയില്ലടാ. കടവിൽ കിട്ടുന്നത് കൈവിട്ട് കളയുന്നവൻ മണ്ടനാണ്. നീ വാ. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇല്ലേ. ഇതാ മണത്ത് നോക്ക്. എന്താ? കഞ്ചാവ. നിന്റെ മുതലാളി ഇപ്പോ ബീഡി പാക്കറ്റിൽ വിദേശത്തേക്ക് കഞ്ചാവ് കയറ്റി അയക്കുകയാണ് അല്ലേ? ഏമാനെ, എനിക്കൊന്നും അറിയില്ല ഏമാനെ. ഞാൻ പാവമാണേ. നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കമാ. നാൽപ്പത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഒരു കമ്പനിയാണ്. ഇവിടെ നിന്നും കഞ്ചാവ് ബീഡി കയറ്റി അയച്ചു എന്ന് പറഞ്ഞാൽ അത്... മിസ്റ്റർ സോമൻ, നിങ്ങളുടെ വാനിൽ നിന്ന് ഇന്നലെ രാത്രി പിടിച്ചെടുത്തത് കഞ്ചാവ് ബീഡിയാണ്. ആ നിലയ്ക്ക് എനിക്ക് നടപടി നടത്താതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടുത്തെ സ്റ്റോക്ക് പരിശോധിച്ച് കേസ് തീരുമാനമാകുന്നവരെ ഈ കമ്പനി പൂട്ടിയിട്ടേ പറ്റൂ. സാർ, എക്സ്ക്യൂസ് മീ. സോമനല്ലേ? ഞാൻ പ്രസാദ്. ഗീതാ ബീഡി കമ്പനിയിൽ നിന്ന് ഇപ്പൊ കയറ്റി അയക്കുന്നത്
കഞ്ചാവ് പീടിയാണെന്ന് കേട്ടല്ലോ. യു ഷട്ട് ക്ഷോഭിക്കണ്ട. കമ്പനി പൂട്ടിയെന്നറിഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. ചിരിച്ചോളൂ. ഈ ചിരി ഏറെ താമസിയാതെ കരച്ചിലായി മാറും. ഈ സ്ഥാപനത്തെ തൽക്കാലം കരുതേച്ച് കാണിക്കാൻ തനിക്ക് സാധിച്ചു. പക്ഷേ ഇതിന്റെ പ്രത്യാഘാതം എന്താണെന്ന് നേരിട്ട് കണ്ടോളൂ. വെയിറ്റ് ആൻഡ് സീ. എന്താ പാപ്പ? നമ്മള് വലിയൊരു കാര്യത്തിന് വേണ്ടി പുറത്തേക്ക് പോവാണ്. വരാൻ ഇത്ര വൈകും. തലയിൽ ചോറ് കൊടുത്തേച്ച് നീ കിടന്നോ. പാപ്പ കാലേ ശരട് കെട്ടണ്ടേ? അതൊരു പ്രാവശ്യം കഴിച്ചാൽ മതി എന്ന് നമ്മളെന്നോട് പറഞ്ഞില്ലേ. മയ്യത്താകുന്നത് വരെ അതിന്റെ സക്തി കാണും. നമ്മൾ എവിടെയാണെങ്കിലും ആരെങ്കിലും അന്നെ തൊട്ട നമ്മളെ മണിയടിക്കും. അതുകൊണ്ട് മര്യാദയ്ക്ക് കിടന്നുറങ്ങിക്കോ. ശരി പാപ്പ. ശരിമേ, പാപ്പ പുറത്തേക്ക് പോവാണ്. സൈനവനെ പൊന്നുപോലെ സൂക്ഷിച്ചോളണം. അതിന്റെ മാറ്റടിച്ച് നോക്കരുത്. നോക്കിയാ നമ്മളെ പണിയടിക്കും. എന്റെ പൊന്നു പാപ്പ, ഞാൻ പാപ്പയുടെ മോനല്ലേ, പിന്നെ ഞാൻ അവളെ അടുത്ത് പോവോ? ആ പെണ്ണ് നിന്റെ അടുത്ത് വന്നാലോ? പൊടി പുറത്തുനിന്ന് പറയും. കേട്ടില്ലെങ്കിൽ അവളെ ഒറ്റടിക്ക് സൂപ്പാക്കും. അപ്പൊ ഈ പാപ്പാന്റെ മോൻ തന്നെ. നമ്മൾ പോയിട്ട് വരാം. സൈനബാ, നിങ്ങൾ അപ്പുറത്ത് പോ. പാപ്പാന്റെ പണി അടിക്കും. അതേമോട്ടി ഏത് ബാപ്പന്റെ പണി? നേരാ? നേര്. എന്നാ അതൊന്ന് കാണട്ടപ്പാ. അതങ്ങനെ വെറുതെ കാണിച്ചു തരാൻ പറ്റില്ല. ഇനി മുതൽ ബാപ്പയുടെ പണി അടിക്കില്ല, എന്റെ പണി അടിക്കും. വെറുതെയാ. സംശയം ഉണ്ടോ? തൊട്ടു നോക്ക്. തൊട്ടു നോക്കാൻ. അലാക്കിന്റെ പണി കിണുകിടാന്ന് അടിക്കാനല്ലേ? അതാണ് ബാപ്പയുടെ മണിയും എന്റെ മണിയും തമ്മിലുള്ള വ്യത്യാസം. ഇനി നിനക്ക് കൂട്ടമണി അടിക്കുന്ന കേൾക്കണം. എങ്ങനെ കേൾക്കും? നിങ്ങൾ വാ. ഇങ്ങോട്ട് വന്നേ, വരൂ. വാ. കൂട്ടമണി കേൾക്കണമെങ്കിലേ നീ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്ക്. ധൈര്യമായിട്ട് പിടിക്കാൻ. കെട്ടിപ്പിടിക്കാൻ. കൂട്ടമണി കേട്ടിട്ടേ ഞമ്മക്ക് കുളിര് കൂർന്ന്. കുളിര് കോരണോ? കുളിര്. കണ്ടോ? സത്യം പറ, ഇത് സ്വർണ്ണമാണോ? അല്ല, ചെമ്പ്. എടി പഴയ ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പൂവെന്നാണ് പറയണത്. നിനക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ഉരച്ചു നോക്കടി. എന്നാൽ ഇത്ര പെട്ടെന്ന് ഇത് വാങ്ങാനുള്ള പണം എവിടുന്ന് കിട്ടി? എടി പുറത്തിറങ്ങിയ തല പോകുന്ന കാര്യമാണ്. പ്രസാദങ്ങളി തന്നതാ. ഇനിയും തരും. എന്തിന്? എടി ഗീതാ ബേഡിയം കയറ്റി കൊണ്ടുപോയ വാനിൽ വഴിക്ക് വെച്ച് പ്രസാദ് മുതലാളി കൊടുത്തയച്ച കഞ്ചാവ് ബേഡിയുടെ വണ്ടി ഞാൻ കയറ്റി. അതാണ് സെൻട്രൽ എക്സൈസ് പിടിച്ചത്. അയ്യോ കഷ്ടം. ദൈവകോപം ഉണ്ടാവും. ഒരു കോപവും ഉണ്ടാകത്തില്ല. 20 കൊല്ലമായി ഗീതാ ബേഡി കമ്പനിയിൽ വളയം പിടിക്കുന്ന ഞാന് ഇന്നും വളയം പിടിക്കുക. പണ്ട് വീട് തീർത്തുകൊണ്ടിരുന്ന സോമൻ ഇപ്പൊ വലിയ മുതലാളിയായി. അങ്ങനെ അവനെ വിടാൻ പറ്റുമോ? നമുക്കൊന്ന് സൂക്ഷിക്കാമോ നോക്കാൻ മതി. ചേട്ടോ, ഇത്രയും കാലമായിട്ട് ഈ കഞ്ചാവ് എന്ന് പറയുന്ന സാധനം ഞാൻ കണ്ടില്ല. ഏതായാലും നമ്മളെ കൂട്ടത്തിലുള്ള ആരെങ്കിലും അറിയാതെ ഈ ചതി നടക്കൂല. ഏത് നരകത്തിൽ പോയി ഓടിച്ചാലും ആ ചെകുത്താനെ നമുക്ക് കണ്ടുപിടിക്കണം. ഇത് അങ്ങനൊരു കാര്യം ചെയ്യും. എല്ലാവരും എണീക്ക്. നമ്മളെ ഒരത്ഭുത മണിയുണ്ട്. മറിച്ചോനെ മനസ്സിൽ വിചാരിച്ച് നമ്മൾ ഓരോരുത്തരും തൊടാ. കുതികാല് വെച്ചിനെ തൊട്ട ഉടനെ മണി അടിക്കും. ഭീമാപ്പള്ളിയിൽ നിന്നും ഓതിക്കൊണ്ടുവന്ന മണിയാണ്. എല്ലാരും വഴിയായിട്ട് നിൽക്കോളൂ. എന്താണോ ഡ്രൈവറെ ഇവിടെ എന്താണോ എനക്ക് മാത്രമേ വർക്കാതെ നിൽക്ക് വഴിയിൽ വഴി നിൽക്ക്. എല്ലാവരും ശരിയായിട്ട് നിന്നാ. ഇനി നമ്മള് ഓരോരുത്തർ തൊടാം.
വഴി എങ്ങനെ ശരിയാണ്? അല്ലോ അപ്പൊ നീയാണോടാ കുതികാലി കുട്ടി ഇവിടെ വേണം സത്യം പറഞ്ഞോ? നീയാണോ വീടിന്റെ അകത്ത് കഞ്ചാവ് കഴിച്ചത്? അതെ, സാമാനാളി ഇച്ചിരി കാഴ്ച കണ്ടോണ്ടാ ഞാൻ അത് ചെയ്തത്. എന്ന ചോറിന് നന്ദി കാണിക്കാത്രയ്ക്ക് മാറി അന്റെ മയ്യത്തെടുക്കാണ് വേണ്ടത്. പക്ഷെങ്കിൽ നീ ഒരു മനുഷ്യനായതുകൊണ്ട് അന്നെ നമ്മൾ ആശുപത്രി കൊണ്ടുപോകും. നടക്കണോ? ആശുപത്രി കൂട്ടി കൊണ്ടുപോയതാണ്. എവിടെ കൊണ്ട് വിട്ടതാണെങ്കിലും ശരി, തല്ലിക്കൊണ്ടാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അമീതെ, സത്യം പറ, കുമാരൻ എങ്ങനെയാ മരിച്ചത്? ബഹുമാനായ തമ്പുരാനാണ്, ഞമ്മക്ക് ഒന്നും അറിഞ്ഞൂടാ. ഇൻസ്പെക്ടർ, കുമാരനെ കുറെ തൊഴിലാളികൾ ചേർന്ന് തല്ലി എന്നുള്ളത് ശരിയാണ്. പക്ഷെ അവന്റെ തലയ്ക്ക് ആരും ഇരുമ്പ് പടി കൊണ്ട് അടിച്ചിട്ടില്ല. ചില്ലറ മുറിവുകളോടെ ഹമീദ് അവനെ ഇവിടെ കൊണ്ടുവന്നു. ഞാൻ ഉടനെ തന്നെ അവൻ ആസ്പത്രിക്ക് അയക്കുകയും ചെയ്തു. ഇവിടെ നിന്ന് ആരാണ് അവന്റെ കൂടെ പോയത്? ആശുപത്രിയല്ലേ നമ്മൾ പോയിരുന്നു. അതിന് ശേഷമാണ് കൊല നടന്നിട്ടുള്ളത്. ഹമീദിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഹമീദ് സമാധാനമായിട്ട് പോകും, ഞാനുണ്ട്. ഇതാ ആരാണ് ഡ്രൈവർ? നീ എങ്ങനെ കൊന്നു? അവൻ ആശുപത്രിയിൽ നിന്ന് വരുന്ന വഴി പുറകെ കൂടെ ചെന്ന് ഇരുമ്പോടി കൊണ്ട് ഒറ്റ അടി കൊടുത്തു. ആള് ക്ലോസ്. മെടുക്കൻ. കൊലപാതക കുറ്റത്തിന് ഹമീദ് അകത്തായി. ജാമ്യം പോലും അവന് കിട്ടില്ല. അവന്റെ കാലക്കേട്. നാരായണ, നമ്മുടെ രഹസ്യം പുറത്തു വിട്ടത് കൊണ്ടാണ് ഡ്രൈവറെ തട്ടിയത്. ആ അനുഭവം നിനക്കുണ്ടാവരുത്.